വസന്തമാസം വന്നു. ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ സന്തോഷം തളിരിടുന്ന പുണ്യമാസം വന്നു. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. റബീഉൽ അവ്വൽ മാസം ഏത് കാര്യം തുടക്കം കുറിക്കുന്നതിനും വലിയ മഹത്തരമായ മാസമാണ്, മഹാഭാഗ്യമാണത്. കാരണം ഈ മാസത്തിൽ എന്ത് തുടങ്ങിയാലും ഖൈറും ബറക്കത്തും വന്നു ചേരാൻ അത് കാരണമാകും. കാരണം ഇത് മുഹമ്മദ് മുസ്തഫയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. ഈ മാസത്തിൽ വീട് പാർക്കൽ, കുറ്റിയടിക്കൽ, കട്ടില വെക്കൽ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വലിയ ബറക്കത്താണ്. റബീഉൽ അവ്വൽ മാസത്തിൽ വീടിന് കുറ്റിയടിച്ച് പണി തുടങ്ങിയാൽ വലിയ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവാൻ കാരണമാകും. ഇനി റബീഉൽ അവ്വൽ മാസത്തിൽ നെഹ്സുള്ള ചില ദിവസങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നെഹ്സുള്ള ദിവസങ്ങൾ, റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകമായ നെഹ്സുകൾ. റബീഉൽ അവ്വൽ 3, 4, 5 ദിവസങ്ങൾ നെഹ്സുള്ള ദിവസങ്ങളാണ്. തുടക്കത്തിൽ തന്നെ 3, 4, 5 ഈ 3 ദിവസങ്ങൾ. അതിൽ തന്നെ 4 റബീഉൽ അവ്വൽ 4 മുത്തുനബി ഒരു വർഷത്തിൽ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 4 ഒരു കാരണവശാലും നമ്മളെ ഇത്തരം പരിപാടികൾ തുടങ്ങാതിരിക്കലാണ് നല്ലത്. അതേപോലെ തന്നെ 3, 4, 5 കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ 13 നെഹ്സുള്ള ദിവസമാണ്. അതേപോലെ റബീഉൽ അവ്വൽ 16 നെഹ്സുള്ള ദിവസമാണ്. അതേപോലെ തന്നെ റബീഉൽ അവ്വൽ 21 നെഹ്സുള്ള ദിവസമാണ്. അതേപോലെ റബീഉൽ അവ്വൽ 24, 25 ഈ 2 ദിവസങ്ങൾ നെഹ്സുള്ള ദിവസമാണ്. പിന്നെ അവസാനമായി റബീഉൽ അവ്വലിലെ 28ഉം 29ഉം നെഹ്സുള്ള ദിവസമാണ്. അതായത് റബീഉൽ അവ്വൽ അവസാനത്തെ ബുധനാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം, അതും നെഹ്സുള്ള ദിവസമാണ്. ഇനി മൊത്തത്തിൽ നെഹ്സുള്ള ദിവസങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. റബീഉൽ അവ്വൽ നെഹ്സുള്ള ദിവസങ്ങൾ, റബീഉൽ അവ്വൽ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ നല്ലതാണ് കേട്ടോ. കുടിയിരിക്കൽ, കട്ടില വെക്കൽ, പിന്നെ പ്രത്യേകിച്ച് നിക്കാഹ്, അങ്ങനത്തെ ഒക്കെ നടത്താൻ നല്ല മാസമാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഒക്കെ പറ്റും. റബീഉൽ അവ്വൽ നെഹ്സുള്ള ദിവസങ്ങൾ ഒന്നും കൂടി ഞാൻ ഷോർട്ടാക്കി വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. 3 റബീഉൽ അവ്വൽ 3, 4 അറബി മാസമാണ് പറയുന്നത്. 3, 4, 5, 13, 16, 21, 24, 25, 28, 29 ഇത്രയും ദിവസങ്ങൾ റബീഉൽ അവ്വൽ നെഹ്സുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ ദിവസങ്ങൾ സൂക്ഷിച്ച് മറ്റു ദിവസങ്ങൾ നന്മക്ക് വേണ്ടി തെരഞ്ഞെടുത്താൽ നമുക്ക് വലിയ വിജയവും ബറക്കത്തും ഒക്കെ ഉണ്ടാവാൻ ഇത് കാരണമാകും. അല്ലാഹു നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.